സോ ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സ്റ്റോം ബോക്സിൻ്റെ മൈക്രോ 2 എന്നൊരു മിനി സ്പീക്കറാണ്. ഇത് നമ്മുടെ സ്റ്റോം ബോക്സ് 2ൻ്റെ ഒരു മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അത്യാവശ്യം ഫുള്ളി ഔട്ട്ഡോർ ബേസ്ഡ് സ്പീക്കറാണ്. IP67 ആണ്, വാട്ടർ പ്രൂഫിങ്, ബ്ലൂടൂത്ത് 5.3, ലോങ് ബാറ്ററി ലൈഫ് എന്ന് പറയുന്നുണ്ട്, പിന്നെ സൂപ്പർ സൗണ്ട്, സ്റ്റീരിയോ പാർട്ട്. എത്ര വരുന്നുള്ളൂ ഈ സാധനം? ഇത് ഓൾറെഡി നമ്മൾ സ്റ്റോം ബോക്സ് 2ൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്, അൺബോക്സിങ്ങും. അത്യാവശ്യം നമ്മളെ ഫ്ലിപ്പ് 6 ഒക്കെ പോലെ ഒരു വലിയ സ്പീക്കറാണ്. അതിൻ്റെ ഒരു കുഞ്ഞ് Go 4ൻ്റെ ഒക്കെ സൈസ് വരുന്ന ഒരു സ്പീക്കറാണിത്. സോ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം. ഇത് തന്നെ ആപ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രിബിറ്റിൻ്റെ എക്സൗണ്ട് പ്ലസിലും സ്റ്റോം ബോക്സ് 2-ലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ട്രിബിറ്റിൻ്റെ ആപ്പ് ഇതിലും സപ്പോർട്ട് ചെയ്യും. ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ അൺബോക്സിങ് ഗൈസ്. ഫസ്റ്റ് തന്നെ ട്രിബിറ്റിൻ്റെ ഒരു യൂസർ മാനുവൽ പോലത്തെ ഒരു. സോ ഇതാണ് നമ്മുടെ സ്പീക്കർ. കുറച്ച് വെയിറ്റ് ഉണ്ട്. C-to-C ആണ് ഇതിൽ വരുന്നത്. ബാക്കി എല്ലാത്തിലും USB. ഇത്രയും സ്പീക്കർ നമ്മൾ അൺബോക്സ് ചെയ്തതിൽ C-to-C വരുന്ന ഒരു മോഡൽ ഇതാണ്. അത്യാവശ്യം ചെറിയ സ്പീക്കർ. എല്ലാ സ്പീക്കറിലും വന്ന പോലെ ടാഗ് അല്ല, അങ്ങനെ സാധനം. ഒരു സൈഡ് അവർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡ് നമ്മൾ ഹുക്ക് പോലെ. പവർ ഓണും പവർ ഇൻഡിക്കേറ്ററും എല്ലാം താഴെ ബോട്ടം പോർഷനിലാണ് വരുന്നത്. ബ്ലൂടൂത്ത് ബട്ടൺ. ഗൈസ്, നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട്. ഈ ബ്ലൂ ഇൻഡിക്കേറ്റർ നമ്മുടെ കണക്റ്റഡ് അല്ല എന്ന് പറയുന്നതാണ്. പിന്നെ ചാർജിങ് ഇൻഡിക്കേറ്റർ എല്ലാം ഉണ്ട് ഇതിനകത്ത്. 4-5 ചാർജിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഇതിൽ. ഇത് മൈക്കാണ്, നമ്മുടെ മൈക്രോഫോണാണ് ഈ കാണുന്ന കുഞ്ഞ് ഡോട്ട്. കോളിംഗ് ഫീച്ചേഴ്സും കൂടെ ഉള്ള ഒരു സ്പീക്കറാണ്. ഇത് തന്നെ നമുക്ക് കോൾ എൻഡും കോൾ കട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സിറി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സ്പീക്കർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് സിറി ആയിട്ട് കണക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ആപ്പിൾ ഡിവൈസ് ആയിട്ട് കുറച്ചും കൂടെ കോമ്പാക്റ്റബിൾ ആണ്. നമ്മുടെ JBLനെയും കാട്ടിയും കുറച്ചും കൂടെ കോമ്പാക്റ്റബിൾ ആണ്. ഇത് ഈ ബട്ടൺ യൂസ് ചെയ്ത് തന്നെ നമുക്ക് സിറി ആയിട്ട് കോൺവെർസേഷൻസ് നടക്കും. ഇതിൽ മൈക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സിറി ആയിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ കോള് എൻഡും പോസും ബാക്കിയെല്ലാം വരുന്ന ഒരു ബട്ടൺ. നമ്മുടെ സ്റ്റോം ബോക്സ് 2 ഒക്കെ പോലെ തന്നെ ഇതിൽ മൈക്രോഫോണും കൺട്രോളിങ് ഫെസിലിറ്റീസും ഉള്ള ഒരു സ്പീക്കറാണ്. ഇതും നമ്മൾ ഈ രണ്ട് സ്പീക്കറും തമ്മിലുള്ള റിവ്യൂ ഉടനെ തന്നെ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ സ്പെഷ്യാലിറ്റിയും കമ്പാരിസണും കൂടെ നോക്കാം. ഗൈസ്, ഇതിൻ്റെ നമുക്കൊന്ന് സൗണ്ട് ക്വാളിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.